പലതരം ദോശകൾ നമ്മൾ ഇഷ്ടപ്പെടാറുണ്ടല്ലേ. രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് സെറ്റ് ദോശ, മസാല ദോശ, മൊരിഞ്ഞ ദോശ. ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് നല്ല മുരുമുരാന്നുള്ള ദോശയാണ്. അപ്പോൾ അതിനുള്ള ബാറ്റർ എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ഒരു ഗ്ലാസ് ഇഡ്ഡലി റൈസ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/4 ഗ്ലാസ് ഉഴുന്ന് ചേർത്തു. 1 ടേബിൾ സ്പൂൺ കടലപ്പരിപ്പ്, 1/2 ടീസ്പൂൺ ഉലുവ, 1 മുളക്, 1/4 ഗ്ലാസ് അവൽ. ഇതെല്ലാം ചേർത്ത് ഒരു 3-4 പ്രാവശ്യം നന്നായിട്ട് നമുക്ക് കഴുകിയെടുക്കാം. മുളക് ചേർക്കുന്ന ഒരു കളറും രുചിയൊക്കെ കിട്ടാനാണ് കേട്ടോ. അതിനുശേഷം നമുക്ക് കഴുകി അടച്ചൊരു 5 മണിക്കൂർ കുറയാതെ കുതിരാനായിട്ട് വയ്ക്കാം. 5 മണിക്കൂറായി ഇനി അരയ്ക്കാൻ തുടങ്ങുകയാണ്. 2 ബാച്ചായിട്ട് അരയ്ക്കുക, അല്ലെങ്കിൽ നമുക്ക് ശരിക്കും നല്ല മാവ് ഇതുപോലെ അരച്ചെടുക്കാൻ പറ്റില്ല. അത് കാരണം 2 സെക്ഷനായിട്ട് അരച്ചെടുക്കാം. അരി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് അരയാൻ ആവശ്യമുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഇതിനെ നന്നായിട്ട് അരച്ചെടുക്കാം. ഒരു പാത്രത്തിലേക്ക് ഒഴിച്ച് വയ്ക്കാൻ നോക്കി. ഇതുപോലെ ഇപ്പം അത്ര നൈസായിട്ട് വേണം നമ്മളിത് അരച്ചെടുക്കാനായിട്ട്. ഒട്ടും തരിയില്ലാതെ അരച്ചെടുക്കണം. ഇതുപോലെ അടുത്ത സെറ്റോടെ നമുക്കിത് അരച്ചെടുക്കാം. ദോശയ്ക്ക് നല്ല മുരുമുരുപ്പുണ്ടാകും, നല്ല ടേസ്റ്റുമാണിത്. നിങ്ങൾ ഒരു പ്രാവശ്യം ഇങ്ങനെ ഉണ്ടാക്കി നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് നല്ല ഒരു ക്രിസ്പി ദോശ ഉണ്ടാക്കാൻ പറ്റും, നെയ് റോസ്റ്റ് പോലെയൊക്കെ. അപ്പോൾ നമ്മൾ മാവെല്ലാം അരച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിനി നമുക്കൊരു ഓവർനൈറ്റ് പുളിക്കാനായിട്ട് വയ്ക്കാം. ഇപ്പോൾ തണുപ്പ് സമയം ആയതുകൊണ്ട് കൂടുതൽ സമയം എടുക്കും. ഞാനിതൊരു 4 മണിയൊക്കെ ആയപ്പോൾ അരച്ച് വെച്ചാണ് അടുത്ത ദിവസത്തേക്കുള്ളത്. കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് നമുക്കിതിനി മിക്സാക്കി വെക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി വയ്ക്കാം. അടുത്ത ദിവസം രാവിലെ നമുക്ക് മാവൊക്കെ എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. പുളിച്ച് പൊങ്ങി വന്നിട്ടുണ്ട്. കുറച്ച് കട്ടിയായിട്ടായിരിക്കും. ഇതിലേക്ക് നമുക്കിനിയും 2 ടേബിൾ സ്പൂൺ ഉപ്പുമാവ് റവ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ദോശ ഒന്ന് ക്രിസ്പി ആവാനായിട്ടാണ് നമ്മളിത് ചേർക്കുന്നത്. പിന്നീട് ആവശ്യമുള്ള കുറച്ച് വെള്ളം കൂടെ ചേർത്ത് ദോശയുടെ പരുവത്തിൽ മാവ് ഉണ്ടാക്കി വയ്ക്കണം. കല്ല് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. കല്ല് നല്ലപോലെ ചൂടാകുമ്പോൾ നമ്മൾ അല്പം വെള്ളം ഒഴിച്ച് കൊടുത്തൊന്ന് തണുപ്പിച്ചതിന് ശേഷം ദോശമാവ് ഇതുപോലെ കനം കുറച്ച് പരത്തിയെടുക്കാം. ഇനി അതിൻ്റെ ഫ്ലെയിം കുറച്ചൊന്ന് മീഡിയം ടു ലോ ഫ്ലെയിം ആക്കിക്കൊണ്ട് നല്ല കളറൊക്കെ ഒന്ന് മാറി വരുന്ന വരേക്കും വെയിറ്റ് ചെയ്യാം. അതിലേക്ക് അല്പം നെയ്യോ എണ്ണയോ നമുക്ക് ഇഷ്ടമുള്ളത് ചേർത്ത് കൊടുക്കാം. തേച്ച് കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഒരു ടേസ്റ്റ് കിട്ടും അതിന്. ഹൈ ഫ്ലെയിമിലിട്ടാൽ നമുക്ക് പെട്ടെന്ന് ദോശ അങ്ങ് കരിഞ്ഞ പോലെയാകും. നല്ലൊരു എല്ലായിടും ഒരുപോലെ മൂക്കുകയില്ല. അതുകൊണ്ട് നമുക്ക് അങ്ങനെ ചെയ്യാം. തീ കുറച്ച് വെച്ചതിന് ശേഷം ഇങ്ങനെ എടുത്ത് ഒരു സൈഡ് മാത്രം ഇതിൻ്റെ ഇട്ടാൽ മതി. തിരിച്ചിടേണ്ട ആവശ്യമില്ല. നല്ല ക്രിസ്പി ആയിട്ടുള്ള ദോശ ഇതുപോലെ നമുക്ക് തയ്യാറാക്കാം. കറുമുറ ഇരിക്കും ദോശ. അതുപോലെ ബാക്കിയിരിക്കുന്ന മാവെല്ലാം നമുക്ക് ചുട്ടെടുക്കാം. രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമാകും ഇത് ഇങ്ങനെയൊക്കെ ആകുമ്പോൾ. അപ്പം ദോശ ഉണ്ടാക്കുന്ന റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലേ? ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ കമൻറ്റൊക്കെ അയക്കാനൊന്നും മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യണം. ചട്നിയോ സാമ്പാറോ അല്ലെങ്കിൽ നമുക്ക് ഇത് മസാല ദോശ ഉണ്ടാക്കണമെങ്കിലും വളരെ ഈസിയാണ്. ഇതിലേക്ക് ശകലം ഉരുളക്കിഴങ്ങും
സവാളയും കൂടെ ഒന്ന് വേവിച്ച് വഴറ്റി എടുത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല സൂപ്പർ മസാല ദോശ ഇതുപോലെ ഉണ്ടാക്കാം. ഇപ്പോൾ ഞാനിവിടെ വെറും പ്ലെയിൻ ദോശയായിട്ടാണ് തയ്യാറാക്കിയത്. നല്ല സൂപ്പർ ടേസ്റ്റാണിത്, നല്ല കളറും ഉണ്ട്, കണ്ടില്ലേ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. ഇതേ മാവ് തന്നെ നമുക്ക് സെറ്റ് ദോശയായിട്ടും തയ്യാറാക്കാം. അതിനായിട്ട് അല്പം എണ്ണ കല്ലിൽ തൂത്തതിന് ശേഷം അതിലേക്ക് മാവ് ഒഴിച്ച് അധികം സ്പ്രെഡ് ചെയ്യാതിരുന്നാൽ മതി. നല്ല സോഫ്റ്റായിട്ടുള്ള സെറ്റ് ദോശ ഇതുപോലെ നമുക്ക് തയ്യാറാക്കാം. നല്ല ഹോൾസൊക്കെ വന്നിട്ടുണ്ട്. അത് തിരിച്ചിട്ടിട്ട് ആ സൈഡ് കൂടെ മൂപ്പിച്ചെടുത്ത് കഴിഞ്ഞാൽ നല്ല സോഫ്റ്റായിട്ടുള്ള ദോശ നമുക്ക് തയ്യാറാക്കാം. അപ്പോൾ ഒരേ മാവിൽ നിന്ന് തന്നെ 2 തരം ദോശകൾ റെഡിയാക്കാം.